ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സുഭാഷിതങ്ങളുടെ പുസ്തകങ്ങൾ 4-ാം അധ്യായം 27-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: വലത്തോട്ടോ ഇടത്തോട്ടോ വ്യതിചലിക്കരുത്, തിന്മയിൽ കാലൂന്നുകയും അരുത്. ഈശോ സുവിശേഷത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ദൈവത്തെ അനുഗമിച്ച് ഇറങ്ങുന്ന ഒരാളെ കുറിച്ച് പറയുന്ന ഒരു കാര്യം: കൽപ്പനയെ കൈവച്ചിട്ട് പിന്തിരിഞ്ഞു നോക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല എന്ന്. നമ്മളെല്ലാവരും ഈശോ മിശിഹായിലൂടെയും പരിശുദ്ധ ത്രിത്വത്തിന് എത്തിച്ചേരാൻ വിളിക്കപ്പെട്ടവരാണെന്ന് നമുക്കറിയാം. ഈ വിശ്വാസ യാത്രയിൽ നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളും അല്പതാമസവും ഉണ്ടാകുമ്പോൾ നമ്മൾ ഇടത്തോട്ടും വലത്തോട്ടും ഒന്നും നോക്കണ്ട. നമ്മുടെ ലക്ഷ്യത്തിലും വിശ്വാസത്തിലും വ്യതിചലിക്കുകയും വേണ്ട. ദൈവത്തിന്റെ ശക്തമായ കരുത്തിന്റെ കീഴിൽ താഴ്മയോടെ നമ്മൾ നിൽക്കുമ്പോൾ അവിടുന്ന് നമ്മളെ തക്ക സമയത്ത് ഉയർത്തും. എന്നാൽ അല്പം വൈകുന്നത് കൊണ്ട് തിന്മയിൽ നമ്മൾ കാലൂന്നുകയും അരുത്. കാരണം നമ്മുടെ ഇഷ്ടങ്ങളുടെ പുറകെ പോയി ദൈവത്തിന്റെ മഹത്വത്തിൽ നിന്ന് നമ്മൾ അകന്നു പോകരുത് എന്ന് അവിടുന്ന് തീവ്രമായി ആഗ്രഹിക്കുന്നു. സുഭാഷിതങ്ങളുടെ പുസ്തകങ്ങൾ 4-ാം അധ്യായം 27-ാം വാക്യം: വലത്തോട്ടോ ഇടത്തോട്ടോ വ്യതിചലിക്കരുത്, തിന്മയിൽ കാലൂന്നുകയും അരുത്.